നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ മൊഡ്യൂൾ 1ന്റെയും മൊഡ്യൂൾ 2ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇതിലും ചെയ്തിട്ടുള്ളത് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 3യുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The point on pitch curve at which the pressure angle is maximum is stated as. Pressure angle maximum ആകുമ്പോൾ ഉണ്ടാവുന്ന പിച്ച് കർവിലെ പോയിന്റിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡെഫിനിഷൻ തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പോയിന്റ് at pitch curve at which the pressure angle is maximum. അതായത് പിച്ച് കർവിന്റെ മുകളിൽ ഉണ്ടാവുന്ന പോയിന്റ് ആണ് at which pressure angle is maximum. പ്രഷർ ആംഗിൾ മാക്സിമം ആകുമ്പോൾ പിച്ച് പോയിന്റിൽ ഉണ്ടാവുന്ന, അതായത് പിച്ച് കർവിൽ ഉണ്ടാവുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് പിച്ച് പോയിന്റ്. ഇസ് കോൾഡ് പിച്ച് പോയിന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പിച്ച് പോയിന്റ്. PITCH, പിച്ച് പോയിന്റ്. ഓക്കെ, പിച്ച് പോയിന്റ്. നെക്സ്റ്റ്, in a machine dash takes care of fluctuation of speed. Fluctuation of speed ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഏത് മെഷീൻ പാർട്ടാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഫ്ലൈ വീൽ അല്ലെ. ഫ്ലൈ വീലാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ അല്ല സ്പീഡ് വേരിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഫ്ലൈ വീലാണ്. നമുക്കറിയാം, പവർ സ്ട്രോക്കിന്റെ സമയത്ത് ഉണ്ടാവുന്ന എനർജി കംപ്ലീറ്റ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? ഫ്ലൈ വീലിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ ആ ഫ്ലൈ വീലാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള സമയത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഫ്ലൈ വീൽ. ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫ്ലൈ വീൽ അല്ലെങ്കിൽ. നെക്സ്റ്റ്, പാർട്ട് ബിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ക്യാംസ് എന്നാണ്. ക്യാംസിനെ ക്ലാസിഫൈ ചെയ്യുക. ക്യാംസിനെ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 1, 2, 3 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ റേഡിയൽ ക്യാംസിനെ അഥവാ ഡിസ്ക് ക്യാംസിനെ സബ് ഡിവിഷൻ ഉണ്ട്. ടാൻജന്റ് ക്യാം എന്നും സർക്കുലർ ക്യാംസ് എന്നും അതിന്റെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെഡ്ജ് ക്യാമിന്റെ കേസിൽ വെഡ്ജ് ക്യാം അഥവാ വെഡ്ജ് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വെഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെയുള്ള ഒരു ഇതിനെയാണ് വെഡ്ജ് എന്ന് വിളിക്കുന്നത് അല്ലെ. വെഡ്ജ് എന്ന് വിളിക്കുന്നത്. സോ ഈ വെഡ്ജ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കറ്ററി മോഷനാണ് നൽകുന്നത്. റെസിപ്രോക്കറ്ററി മോഷൻ. ആ സമയത്ത് നമ്മുടെ ഫോളോവറിന് മുകളിലോട്ടും താഴത്തോട്ടും ഇവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് അല്ലെ. ഇതിന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഇത് മുകളിലോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകുന്നതിൽ ഹൈറ്റ് കുറയുന്നുണ്ട്, ഹൈറ്റ് കുറയുന്നതനുസരിച്ച് താഴത്തോട്ട് വരും. ഇറ്റ് ഈസ് എ റെസിപ്രോക്കറ്ററി മോഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് കിട്ടുന്നത്. സോ അതിനെ വിളിക്കുന്ന പേര് റെസിപ്രോക്കറ്ററി മോഷൻ. ക്യാം ആണ്, വെഡ്ജ് ക്യാം എന്നാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതേ മൂവ്മെന്റ് സെയിം ആണ്. വെഡ്ജിന്റെ മൂവ്മെന്റ് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു എബൌട്ട് പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോളോവർ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഓസിലേറ്ററി മോഷൻ. ഇവിടെ എന്താണ്? ഓസിലേറ്ററി മോഷൻ ആണ് നൽകുന്നത്. ഓക്കെ, ഓസിലേറ്ററി മോഷൻ ആണ് നൽകുന്നത്. സോ റെസിപ്രോക്കേറ്റിംഗ് അഥവാ ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ ക്യാം ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് ആയി മാറുന്നു. എവിടെയാണ്? ഫിഗർ എയിൽ അല്ലെ. അതുപോലെ തന്നെ ഓസിലേറ്റിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റെസിപ്രോക്കേറ്ററി മോഷൻ ഓഫ് ദ ക്യാം അഥവാ ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ ക്യാം എന്തായിട്ട് മാറ്റുന്നുണ്ട്? ഓസിലേറ്ററി മോഷൻ ആക്കി മാറ്റുന്നുണ്ട്. എവിടെ? ഫിഗർ ബിയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. ഈ ഒരു ഫിഗർ ഏതെങ്കിലും ഒന്ന് വരച്ചു വെക്കുക. നെക്സ്റ്റ്, റേഡിയൽ ക്യാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമിന്റെ റൊട്ടേഷന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതാണ് നമുക്ക് ക്യാം എന്ന് പറയുന്നത്. ഈ ക്യാം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ക്യാം കറങ്ങുന്നത്. ഈ ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാം കറങ്ങുന്നത്. സോ ആ ക്യാമിന്റെ ആക്സിസ് എങ്ങനെ പുറത്തേക്ക് വരുന്ന, ഈ സ്ക്രീനിൽ നിന്നും പുറത്തോട്ട് വരുന്നതാണ് ആക്സിസ് ഓഫ് ദ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ഫോളോവർ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഓസിലേറ്റർ റെസിപ്രോക്കേഷനോ അല്ലെങ്കിൽ ഓസിലേഷനോ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ക്യാം. അങ്ങനെയുള്ള ക്യാമിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ക്യാം. എന്താ ചെയ്യുന്നത്? ഇൻ റേഡിയൽ ക്യാം ഡിസ്ക് ക്യാംസ് ദ ഫോളോവർ റെസിപ്രോക്കേറ്റ് ഇൻ എ പ്ലെയിൻ റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് ദ ക്യാം. ക്യാമിന്റെ റൈറ്റ് ആംഗിൾസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നത്. റേഡിയൽ ക്യാം ഹാവിംഗ് സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഉള്ള റേഡിയൽ ക്യാമിനെ എന്ത് വിളിക്കുന്നു? ആൻഡ് സർക്കുലർ നോസും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഫ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടാൻജന്റ് ക്യാം. അപ്പൊ ഇത് ഏതാണ്? ടാൻജന്റ് ക്യാമിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, എ സർക്കുലർ ക്യാം
ഹാസ് സർക്കുലാർ ഫ്ലാങ്കും അതുപോലെ തന്നെ എന്താണ് സർക്കുലാർ നോസുമാണുള്ളതെങ്കിൽ സർക്കുലാർ നോസുമാണുള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? സർക്കുലാർ ക്യാം എന്ന് വിളിക്കുന്നു. സോ ഇങ്ങനെയാണ് ഇതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് സിലിണ്ടറിക്കൽ ക്യാം ആണ്. ക്യാം എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് സിലിണ്ടർ അല്ലെ, സിലിണ്ടറിന്റെ ഫോമിലായിരിക്കും, അതിനുള്ളിൽ ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാകും, ആ ഗ്രൂവിലൂടെ ആയിരിക്കും ഫോളോവർ മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് ഇവിടെ നമുക്ക് ഫോളോവറിൽ എന്ത് കിട്ടും? നമുക്ക് ഓസിലേറ്ററി മൂവ്മെന്റ് ഈ ഒരു കേസിൽ കിട്ടും. ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? ഇതിനൊരു ഓസിലേറ്ററി മൂവ്മെന്റ് ഇവിടെ കിട്ടും. ഇവിടെ എന്ത് കിട്ടും? നമുക്ക് റെസിപ്രോക്കേറ്റീവ് മൂവ്മെന്റ്. ഇവിടെ റെസിപ്രോക്കേറ്റീവ് മൂവ്മെന്റും ഇവിടെ എന്ത് ചെയ്യും? ഓസിലേറ്ററി മൂവ്മെന്റും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഓസിലേറ്ററി മൂവ്മെന്റ് എങ്ങനെയാണ് പക്ഷെ ക്യാം ഉള്ളത്? സിലിണ്ടറിക്കൽ ഫോമിലാണ്. ഇൻ സിലിണ്ടറിക്കൽ ക്യാം ഫോളോവർ റെസിപ്രോക്കേറ്റ് ഓർ ഓസിലേറ്റ് ഇൻ ദ പ്ലെയിൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ക്യാം. ആക്സിസ് ഓഫ് ദ ക്യാമിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? അതേ ആക്സിസിന്റെ, ഇതാണ് ആക്സിസ് ഓഫ് ദ ക്യാം എന്ന് പറയുന്നത്, അതേ ആക്സിസിൽ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യോ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ക്യാമിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സിലിണ്ടറിക്കൽ ക്യാം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് explain the turning moment diagram for a single cylinder 4-stroke engine. നമുക്കറിയാം സിംഗിൾ സിലിണ്ടർ 4-stroke എന്ന് പറഞ്ഞാൽ 4-stroke engine അതിന്റെ കംപ്ലീഷൻ തീരണമെങ്കിൽ രണ്ട് റെവല്യൂഷൻ വേണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഒരു 4-stroke കംപ്ലീറ്റ് ആവുള്ളൂ. 4-stroke എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 സെക്ഷൻ ഉണ്ടായിരിക്കും, 2 കംപ്രഷൻ ഉണ്ടായിരിക്കും, 3 വർക്കിംഗ് സ്ട്രോക്ക് ഓർ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കും, 4ാമത്തത് എക്സോ സ്ട്രോക്ക്. ഇങ്ങനെ 4 സ്റ്റേജസുകളാണ് ഒരു 4-stroke IC എഞ്ചിനിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 4 സ്ട്രോക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഓരോ സ്ട്രോക്കിലും നമ്മൾ എടുക്കുന്നത് ഇതിന്റെ y ആക്സിസിൽ ടേണിംഗ് മൊമെന്റ് ആണ്. ഇതാണ് y ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. y ആക്സിസിൽ ടേണിംഗ് മൊമെന്റും അതുപോലെ തന്നെ x ആക്സിസിൽ എന്താ എടുക്കുന്നത്? ക്രാങ്ക് ആംഗിളുമാണ് എടുക്കുന്നത്. എന്താണ് x ആക്സിസിൽ? ക്രാങ്ക് ആംഗിളുമാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പവർ സ്ട്രോക്ക് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു പവർ സ്ട്രോക്കിൽ ലഭിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടാണ്, ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള 3 ടൈമിലും നമുക്ക് ആവശ്യമുള്ള എനർജി ലഭിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ഡൺ ചെയ്യാൻ ആവശ്യമായ എനർജി ലഭിക്കുന്നത്. സോ ഈ ഒരു ഇതൊക്കെ ഈ ബാക്കിയുള്ള 3 സ്ട്രോക്കും റെസിസ്റ്റിംഗ് ടോർക്കാണ്. ശരിക്കും കറക്കത്തിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലെ. ഈ ഒരു സ്റ്റേജ് മാത്രമാണ് അതിന് സ്വന്തമായത്, അതിനൊരു പവർ കിട്ടുന്നത്. ബാക്കി 3 പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സൈക്കിളാണ് അല്ലെ, സ്ട്രോക്കുകളാണ്. ശരിയല്ലേ? സെക്ഷൻ സ്ട്രോക്കിലും കംപ്രഷൻ സ്ട്രോക്കിലും എക്സോ സ്ട്രോക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺസ്യൂം ചെയ്യുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിർമ്മിച്ച ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റെസിസ്റ്റിംഗ് വർക്കിന് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് കണ്ടിന്യൂ ആയിട്ട് സ്പീഡിൽ വ്യത്യാസമില്ലാതെ അത് കറങ്ങുകയുള്ളൂ. സോ എന്താണ് നമുക്ക് അവിടെ എഴുതേണ്ടത്? വി നോ ദാറ്റ് എ 4-stroke internal combustion engine there is a only power stroke, one power stroke മാത്രമേ ഉള്ളൂ. after the crank turned through the revolution of 720 degree അഥവാ 4π radian, 720 ഡിഗ്രി അല്ല 4π radian കറങ്ങുമ്പോൾ നമുക്കൊരു പവർ സ്ട്രോക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു പവർ സ്ട്രോക്ക്. 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റെവല്യൂഷൻ ആണ്. 4-strokeന്റെ കേസിൽ 2 റെവല്യൂഷൻ ആണ്. അപ്പൊ ആ 2 റെവല്യൂഷനെയാണ് 420 ഡിഗ്രി അഥവാ 4π radian എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2π ആണ് എന്ത് പറയുക? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π ആണ്. ദാറ്റ് ഈസ് 4π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 റെവല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ആ 2 റെവല്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് വെറും എത്രയാണ് കിട്ടുന്നത്? ഒരു പവർ സ്ട്രോക്ക് മാത്രമാണ് ലഭിക്കുന്നത്. സിൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടേണിംഗ് മൊമെന്റിന്റെയും അതുപോലെ തന്നെ ആംഗിൾ ടേൺഡ് ഈസ് വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? T into theta എന്നാണ്. T into theta ടോർക്ക്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് മൊമെന്റ് ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ആംഗിൾ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും വർക്ക് ഡൺ ആണ്. സോ സിൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടേണിംഗ് മൊമെന്റ് ആൻഡ് ദ ആംഗിൾ ടേൺഡ് ഈസ് വർക്ക് ഡൺ, therefore the area of turning moment diagram represent the work done per cycle. ഒരു സൈക്കിളിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആയിരിക്കും എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ടേണിംഗ് മൊമെന്റ് ആൻഡ് ക്രാങ്ക് ആംഗിളിന്റെ മൾട്ടിപ്ലൈ, അതായത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വൈയിലും എക്സിലും ടേണിംഗ് മൊമെന്റ് വൈയിലും
അതുപോലെ തന്നെ തീറ്റ ഇതിലുണ്ട്, എക്സിലുണ്ട്. സോ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞതായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന്റെ വർക്ക് ഡൺ ആയിരിക്കും. ഇഫ് ദ സ്പീഡ് ഈസ് സെയിം ആഫ്റ്റർ വൺ സൈക്കിൾ, ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിലേക്ക് പോകുമ്പോഴും ഇതിന്റെ സ്പീഡ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞപ്പോഴും അതിന്റെ എന്തില്ല, അതിന്റെ സ്പീഡ് മാറുന്നില്ല, വൺ സൈക്കിൾ കഴിഞ്ഞപ്പോഴും അതിന്റെ സ്പീഡ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഊർജ്ജ നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ്. അതായത് തൊട്ട് മുന്നേയുള്ള സൈക്കിളിൽ ഊർജ്ജ നഷ്ടം അഥവാ എനർജി ലോസ് ഉണ്ടായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിനർത്ഥം എന്താണ്, അവിടെ നിർമ്മിക്കുന്ന എനർജിയും അതിന്റെ റെസിസ്റ്റിംഗ് എനർജിയും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ശരിയല്ലേ? റെസിസ്റ്റിംഗ് വർക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത എഞ്ചിൻ വർക്കും എന്തായിരിക്കണം, സെയിം ആവുന്നതാണ് അർത്ഥം അല്ലെ. സോ ഇഫ് ദ സ്പീഡ് ഈസ് സെയിം ആഫ്റ്റർ വൺ സൈക്കിൾ, ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അതിന്റെ സ്പീഡ് സെയിം ആവുന്നുണ്ടെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ചെയ്ത വർക്കും ഈസ് ഈക്വൽ ടു, എന്തിന് ഈക്വൽ ആണ്, റെസിസ്റ്റിംഗ് ഓവർകം ഡ്യൂറിംഗ് ദിസ് ടൈം. ആ ടൈമിൽ റെസിസ്റ്റിംഗ് ചെയ്ത വർക്കിനോട് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് പറയുന്നത് അവിടെ എനർജി മാറാതിരിക്കുന്നത് അല്ലെ. ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി ഈക്വൽ ദ ഏരിയ ഓഫ് റെസിസ്റ്റൻസ് ഡയഗ്രാം. ടോട്ടൽ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിന്റെ റെസിസ്റ്റിംഗ് ഡയഗ്രത്തിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ഈക്വൽ ആയിട്ട് മാറുള്ളൂ, തുല്യ എനർജി ആയിട്ട് മാറുള്ളൂ. ജനറലി റെസിസ്റ്റൻസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ സൈക്കിൾ. ഒരു സൈക്കിളിന്റെ എല്ലാ ഭാഗത്തും ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താണ്, നമുക്കറിയാം എപ്പോഴും ഒരു IC എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സെയിം റെസിസ്റ്റൻസിലായിരിക്കും അല്ലെ. അതിന്റെ പിസ്റ്റൺ മാറുന്നില്ല, അതിന്റെ സിലിണ്ടർ ആള് മാറുന്നില്ല, അതുണ്ടാകുന്ന ഘർഷണം, അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. സോ അതിലുണ്ടാവുന്ന റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, എഞ്ചിൻ പാർട്ടുകളൊന്നും മാറുന്നില്ലല്ലോ. സോ ഇപ്പോഴും എന്തായിരിക്കും, അതിന്റെ റെസിസ്റ്റൻസ് വർക്ക് എന്ന് പറയുന്നത് എല്ലാ സ്ട്രോക്കിലും സെയിം ആയിരിക്കും. ഓക്കെ, ദിസ് മീൻസ് റെസിസ്റ്റന്റ് ടോർക്ക് ഈസ് ഡിറ്റർമിൻഡ് ബൈ, എങ്ങനെയാണ് റെസിസ്റ്റന്റ് ടോർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്, ബൈ ഡിവൈഡിംഗ് ദ ഏരിയ ഓഫ് ദ ടേണിംഗ് മൊമെന്റ്. ഏരിയ ഓഫ് ടേണിംഗ് മൊമെന്റ് വർക്ക് ഡിവൈഡ് ബൈ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റിംഗ് ടേണിംഗ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വർക്ക് തീറ്റയാണ്, അതേ ഡിവൈഡ് ബൈ തീറ്റ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് കിട്ടും, റെസിസ്റ്റിംഗ് ടോർക്ക് ഈസ് ഡിറ്റർമിൻഡ്. റെസിസ്റ്റന്റ് ടോർക്ക് എങ്ങനെ കിട്ടുന്നത്, ദ ഏരിയ എങ്ങനെ ഡിറ്റർമിൻഡ് ബൈ ദ ഡിവൈഡ് ദ ഏരിയ ഓഫ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം. ടേണിംഗ് മൊമെന്റിന്റെ ഏരിയ ഡിവൈഡ് ബൈ ആംഗിൾ ടേൺഡ് വൺ സൈക്കിൾ കൊണ്ട് തിരിഞ്ഞ ആ ആംഗിൾ എത്രയാണ്, അതായത് 4 സ്ട്രോക്ക് ആണെങ്കിൽ 720 ഡിഗ്രി അഥവാ 4π റേഡിയൻ. ഇനി 2 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ എത്രയായിട്ട് മാറും, 2π ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റിംഗ് ടോർക്ക് കിട്ടും. ദ മീൻ റെസിസ്റ്റന്റ് ടോർക്ക് ഓൾസോ ഷോൺ ബൈ ഹൊറിസോണ്ടൽ ലൈൻ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മീൻ ടോർക്ക്, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ആ ഹൊറിസോണ്ടൽ ലൈൻ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഡോട്ടറിലായിട്ട് വരച്ചിട്ടുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, മീൻ റെസിസ്റ്റിംഗ് ടോർക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ കണ്ടുപിടിച്ചതാണ്, ആ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ അതിന്റെ തീറ്റ ക്രാങ്ക് ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു റെസിസ്റ്റിംഗ് മീൻ ടോർക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ എഴുതി വെച്ചാൽ നമുക്ക് അവിടെ 3 മാർക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 3 ഫംഗ്ഷൻസ് ആൻഡ് റിക്വയർമെന്റ്. ഫംഗ്ഷൻസ് എന്താന്ന് പറയണം, അതുകൂടാതെ റിക്വയർമെന്റ് എന്താന്ന് പറയണം. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതിന്റെ കർത്തവ്യങ്ങളാണ് അല്ലെ. എന്തൊക്കെയാണ് കർത്തവ്യങ്ങൾ, ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഷാഫ്റ്റ് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ട്രാൻസ്മിറ്റ് ദ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു റെഡ്യൂസ് വൈബ്രേഷൻ ഇളക്കങ്ങളൊക്കെ വൈബ്രേഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദ മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി, ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെ, മെക്കാനിക്കലി നമുക്ക് എന്ത് ചെയ്യാം, കുറെ ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ചെയ്യും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കപ്ലിങ്സ് ഉപയോഗിക്കുന്നത് കാരണം. നെക്സ്റ്റ് പെർമിറ്റ് മിസ്അലൈൻമെന്റിനെ പെർമിറ്റ് ചെയ്യും. ചെറിയ മിസ്അലൈൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്ലിംഗ് കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ റിക്വയർമെന്റ് ഓഫ് എ കപ്ലിംഗിന്റെ റിക്വയർമെന്റ് എന്തെല്ലാമാണ് റിക്വയർമെന്റ്, മസ്റ്റ് ട്രാൻസ്മിറ്റ് ഫുൾ ടോർക്ക് ഓഫ് ദ ഷാഫ്റ്റ്. അതായത് ഇവിടുന്ന് വരുന്ന ഷാഫ്റ്റിൽ നിന്ന് വരുന്ന ഫുൾ ടോർക്ക് എന്ത് ചെയ്യണം, അടുത്ത ഷാഫ്റ്റിലേക്ക് ഇത് കടത്തിവിടണം. സോ ഇതിനെയാണ് വിളിക്കുന്നത് ഫുൾ ടോർക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. പെർമിറ്റ് ഈസി കണക്ഷൻ ആൻഡ് ഡിസ്കണക്ഷൻ, പെട്ടെന്ന് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഓവർലോഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണം. പ്രൊവൈഡ് സേഫ്റ്റി ഓപ്പറേഷൻ, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ റിക്വയർമെന്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഡ്രോ ദ റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗ് ആണ്. റേഡിയൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോഡ് പോകുന്നത് റേഡിയൽ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ബിയറിംഗ്. ഇതിന് ഓൾസോ കോൾഡ് ജേണൽ ബിയറിംഗ്. സോ ഇത് ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ജേണൽ, ഓൾസോ കോൾഡ് ജേണൽ ബിയറിംഗ് എന്ന് വിളിക്കാറുണ്ട്, റേഡിയൽ ബിയറിംഗ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ലോഡ്
acts radial to the axis. ആക്സിസിന് റേഡിയൽ ആയിട്ടാണ്, റേഡിയൽ ഡയറക്ഷൻ, ആ റേഡിയസിലൂടെ എന്നൊക്കെ ഓർത്താൽ മതി. റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയൽ അല്ല, റേഡിയസിലൂടെ. അപ്പം റേഡിയൽ ഡയറക്ഷനിലാണ് വെയിറ്റ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോഡ് വരുന്നതെങ്കിൽ ദേ ആർ ഓൾസോ റെഫേർഡ് ആസ് ജേണൽ ലേണിംഗ്, ജേണൽ ബിയറിംഗ് എന്ന് വിളിക്കുന്നു. വെൻ ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ബിയറിംഗ് വിത്ത് 360 ഡിഗ്രി, 360 ഡിഗ്രി മുഴുവനായിട്ട് എന്തുണ്ട് ബിയറിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഫുൾ ജേണൽ ബിയറിംഗ് എന്നും, ഇനി 120 ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പാർഷ്യൽ ജേണൽ ബിയറിംഗ് എന്നുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? റേഡിയൽ ബിയറിംഗ് ഒക്കെ അല്ലോ. നെക്സ്റ്റ് അടുത്തത് ത്രസ്റ്റ് ബിയറിംഗ്. ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ക്യാരീസ് ലോഡ് കൊളീനിയ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഇതാണ് ആക്സിസ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആക്സിസ് ഓഫ് ഷാഫ്റ്റ്, ആണ് ഷാഫ്റ്റ്. ഇത് ഷാഫ്റ്റ് ആണ്, ഇത് അവർ ഷാഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഷാഫ്റ്റിന്റെ ആക്സിസ് ആണ് ഈ കാണുന്നത്. ഈ ആക്സിസിന്റെ അതേ ഷാഫ്റ്റിലാണ് അതിന്റെ ലോഡ് വരുന്നെങ്കിൽ ഇതിന്റെ ലോഡ് എപ്പോഴും താഴത്തോട്ടായിരിക്കും, ലോഡ് എപ്പോഴും താഴത്തോട്ടായിരിക്കും. അപ്പൊ അതേ ഡയറക്ഷനാണ് ലോഡ്, ലോഡിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്, അതേ ഡയറക്ഷനാണ് ലോഡ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് ബിയറിംഗ്. ഇനി ഈ ത്രസ്റ്റ് ബിയറിംഗ് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ത്രസ്റ്റ് ബിയറിംഗിന്റെ ഈ ഒരു ഷാഫ്റ്റിന്റെ എൻഡ് ഭാഗം ഒരു ബിയറിംഗിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പൈവേർട്ട് ബിയറിംഗ് അഥവാ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്. എന്താണ് പറഞ്ഞത്? ഇഫ് ദ ഷാഫ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ടെർമിനേറ്റ്സ് ഇൻ ദ ബിയറിംഗിന്റെ ഉള്ളിലാണ്, ടെർമിനേറ്റ് ബിയറിംഗിന്റെ ഉള്ളിലാണ്, then it is called pivot or foot step bearing എന്ന് വിളിക്കുന്നു. If the shaft continues throughout the bearing, ഒരു ബിയറിംഗ് ഇങ്ങനെ ഉണ്ട്, ആ ബിയറിംഗിന്റെ ഉള്ളിലൂടെ അങ്ങനെ ഷാഫ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? കോളാർ ബിയറിംഗ്. ഇറ്റ് ഇസ് കോൾഡ്, ഈ ബിയറിംഗ് വിളിക്കുന്ന പേര് കോളാർ ബിയറിംഗ് എന്നാണ്. ഇതിനുള്ളിലൂടെ ത്രൂ ഔട്ട് ആയിട്ട് പോവുക. ഇഫ് ദ ഷാഫ്റ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ബിയറിംഗ്, ഇറ്റ് ഈസ് കോൾഡ് കോളാർ ബിയറിംഗ്. ദ ഷാഫ്റ്റ് മേ ബി സിംഗിൾ കോളർ ഓർ മെനി കോളർ. ചിലപ്പോൾ എന്തെയും ഒരു ബിയറിംഗ് കൊണ്ട് നിർത്താം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബിയറിംഗ് ഉണ്ടാവാം. സോ ഇങ്ങനെ ഒന്നിൽ കൂടുതലാകുന്ന വിളിക്കുന്ന പേര് മൾട്ടി കോളർ അഥവാ സിംഗിൾ കോളർ ആൻഡ് മെനി കോളർ, അതല്ല മൾട്ടി കോളർ എന്നൊക്കെ വിളിക്കാറുണ്ട്. കോൾഡ് മൾട്ടി കോളർ ബിയറിംഗ്, മൾട്ടി കോളർ ബിയറിംഗ്, മറ്റേ സിംഗിൾ കോളർ ബിയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ബിയറിംഗ്. അടുത്തത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡ്രോ ചെയ്യാനുള്ളതാണ്, ഒരു ക്യാം പ്രൊഫൈൽ വരയ്ക്കാനുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ടതുണ്ട്. അപ്പം പാർട്ട് സിയിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫൈൽ വരയ്ക്കാനാണ് വരിക. 7 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് പ്രൊഫൈൽ എന്ന് പറയുന്നത് നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. നമുക്കറിയാം 2 തരത്തിലുള്ള ഫോളോവർ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നൈഫ് എഡ്ജും അതുപോലെ തന്നെ റോളർ ഫോളോവറും. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഔട്ട്വാർഡ് ത്രൂ, എത്ര മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട് നമ്മുടെ ഫോളോവർ? 35 mm ആണ് മുകളിലോട്ട് പൊന്തിയിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് 35 mm മുകളിലോട്ട് പൊങ്ങി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ലെങ്ത് 360 ഡിഗ്രി എന്ന് പറയുന്ന ഈ 360 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ, അതായത് 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് അല്ലെ? 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയാണ്. അപ്പൊ ഈ 360 ഡിഗ്രിയെ നമ്മളിവിടെ എടുക്കുന്നത് 180 mm ആയിട്ടാണ്. 180 mm, ദാറ്റ് ഈസ് 360 ഡിഗ്രി ഈക്വൽ ടു 180 mm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 by 360 mm. That is equal to 1/2 അല്ലെ? 1/2 that is equal to 1/2 mm ആണ് എന്ന് പറയുന്നത് 1 ഡിഗ്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈഡിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ എടുക്കുന്നു. ദ ഫോളോവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂറിംഗ് ദ 60 ഡിഗ്രി ഓഫ് ദ ക്യാമറ റൊട്ടേഷൻ ഫോളോവർ മൂവ് പുറത്തേക്ക് പോയിട്ടുണ്ട്. എത്ര? 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 into 60 is equal to 30 mm. 30 mm വരും 60 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ 40 ഡിഗ്രി എന്താണ്? അത് ഡൽ പീരീഡ് ആണ്. അപ്പൊ ഡൽ പീരീഡ് തീറ്റ ഡൽ എന്ന് പറയുന്നത് എത്രയാണ്? That is 40 degree ആണ്. 40 degree എന്ന് പറഞ്ഞാൽ 40 into 1/2 is equal to 20 mm. Is it? 40 degree എന്ന് പറഞ്ഞാൽ 20 mm. നെക്സ്റ്റ് അടുത്ത പറയുന്നത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി എന്ത് ചെയ്യുന്നു? പിന്നെയും അത് പോകുന്നുണ്ട് അല്ലെ? താഴത്തോട്ട് വരുന്നുണ്ട് 90 ഡിഗ്രിയിൽ. സോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 90 into 1/2 is equal to 45 mm. നെക്സ്റ്റ് റിമൈനിങ് ഒക്കെ എന്താണ്? ഡൽ പീരീഡ് ആണ്. സോ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടതിന്റെ കൂടെ ഇരുന്ന് വരയ്ക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നീട്ടി എന്ത് ചെയ്യുക? 180 mm ലെങ്ത്തിൽ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 360 ഡിഗ്രി റൊട്ടേഷന് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? 180 mm ലെങ്ത് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ 180 ലെങ്ത് അല്ലെ 180 mm എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ മുകളിലോട്ട് ഔട്ട് സ്ട്രോക്ക്, അത് പുറത്തേക്ക് എത്ര ഉയരുന്നുണ്ട്? അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടുണ്ട്? 35 ഔട്ട്വാർഡ് ത്രൂ 35 mm ആണ്. 35 mm ആണ് അല്ലെ? 35 mm മുകളിലോട്ട്. ഇത് എത്രയാണ്? 35
mm 35 mm മുകളിലോട്ട് എടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക. ഞാൻ വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക, സ്കെയിൽ ഉപയോഗിച്ച് പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പൊ 180 mm ലെങ്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തായാലും 35 mm ഉണ്ടായിരിക്കും, മുകളിലോട്ടുണ്ടായിരിക്കും. സോ എന്ത് പറഞ്ഞു, ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് പോകുന്നത് എത്ര ആംഗിളിലാണ്, 60 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ദാറ്റ് ഈസ് എത്ര ലെങ്ത് വേണം, 30 mm. ഇപ്പൊ 30 mm ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു 30 mm എടുത്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക, ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് 40 ഡിഗ്രി ഡെൽ പീരീഡ് ആണ്. 40 ഡിഗ്രി എന്ത് ചെയ്യുക, 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 mm ആണ്. 20 mm ആണ്. അടുത്ത് 20 mm എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം 90 ഡിഗ്രി എന്താണ്, വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ട്. താഴത്തേക്ക് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 mm ആണ്. 45 mm വരയ്ക്കുക. റിമൈനിങ് ഡെൽ പീരീഡ് ആണ്. സോ ഇത്രയും വരച്ചതിന് ശേഷം ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോവർ ഏതാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നമുക്ക് 3 തരത്തിലുള്ള മോഷൻ ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് SHM ഉണ്ട്, കോൺസ്റ്റന്റ് അതായത് യൂണിഫോം വെലോസിറ്റി ഉണ്ട്, ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് കോമ്പസ് വെക്കുക, ഇതിന്റെ പകുതി ലെയർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചാപം ഇവിടെ വരയ്ക്കുക, ഇവിടെയും പകുതി ലെയർ എടുത്തിട്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക, ഇവിടെയും പകുതി ലെയർ എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ചാപം വരയ്ക്കുക, അതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് ചാപം വരയ്ക്കുക. ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഈ ചാപം വരയ്ക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഇവിടെ കുത്തുക, ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് പകുതി ലെയർ ഉള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ചാപം വരയ്ക്കുക, അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. ഇവിടെയും ചാപം വരയ്ക്കുക, ഈ 2 ഭാഗത്ത് ചാപം വരയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി, 35ന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് ആക്കിയിട്ട് വരയ്ക്കുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്ത് എന്ത് ചെയ്യുക, കാണുക, എന്നിട്ട് ഓരോന്നും വരച്ചെടുത്തിട്ട് ചെയ്യുക. ഓക്കെ, വരച്ച് പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ സെന്റർ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കർവ് ഹാഫ് സർക്കിൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, ഇത് ടച്ച് ചെയ്തിട്ട് ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെല്ലാം 6 ഡിവിഷൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാം, 30 ഉണ്ടെന്ന് പറയാം അല്ലെ. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെക്കണം, 60 ഡിഗ്രി. ഇവിടെ നിങ്ങോട്ട് എത്രയാണ്, 30 mm, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇത് 20 mm. പിന്നെ ഇത് എത്രയാണ് 45 mm ആണ്. ഇതൊക്കെ നമ്മൾ ഡയമെൻഷനിങ് മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് ലൈനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ആരോ മാർക്ക് കൊടുക്കുക. ഓക്കെ, ആരോ മാർക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇതിനെന്ത് ചെയ്യുക, 30നെ നമ്മൾ 6 ഡിവൈഡ് ചെയ്യുക. 30നെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഓരോന്നും 5 mm അല്ലെ. 5 × 6 30. സോ 5 mm വരുന്ന ചെറിയ ലൈൻസുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്യുക. 1 2 3 1 2 3 4 5 4 ഈക്വൽ ആയിരിക്കണം കേട്ടോ. അതായത് ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കേണ്ടത്. 6 തുല്യ ഭാഗങ്ങളാക്കുകയാണ് വേണ്ടത്. ഇത് 0, ഇത് 1 2 3 4 5 6 ഇങ്ങനെ 6 ഭാഗങ്ങൾ തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സോ അതിനുശേഷം ഈ ഒരു 45നെയും തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പൊ എത്ര കിട്ടും, 1.5 mm അല്ലെ. ദാറ്റ് ഈസ് 15 mm. ദാറ്റ് ഈസ് 15. ഇവിടെ 10 mm ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയാണ്, ഇവിടെ 30 ഡിവൈഡ് ബൈ 6 എത്രയായിരുന്നു, 30 ഡിവൈഡ് ബൈ 6 എത്രയായിരുന്നു, 5 mm ആയിരുന്നു. ഇവിടെ എത്ര വരും, 45 ഡിവൈഡ് ബൈ 6 എത്ര വരും, 6 6 46 42 7.5 വരും അല്ലെ. 7.5. അപ്പൊ 7.5 വരുന്ന രീതിയിൽ ഇതിനും 6 ഭാഗങ്ങളാക്കി മാറ്റാം. 1 2 3 4 5 ഈക്വൽ ആയിരിക്കും കേട്ടോ. ഈക്വൽ ഭാഗങ്ങളായിരിക്കും. നിങ്ങളത് 7.5 കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് 0 1 2 3 4 5 6. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നിന്നാണ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 എന്നാണ്, 3 4 5 ഓക്കെ. 1 2 3 4 5 ഇത് 0 ആണ്. 0 1 2 3 4 5
5 dash 6 dash ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യേണ്ടത് ഇവിടുന്ന് 1 2 3 4 5 6ഉം അല്ലേ അതുപോലെ തന്നെ ഇവിടുന്ന് എങ്ങോട്ടാണ് എന്താണ് 1 dash 0 dash 1 dash 2 dash 3 dash 4 dash 5 dash 6 dash നമ്പറിംഗ് കൊടുക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഹാഫ് സർക്കിളിനെ നമ്മൾ എന്തായിട്ട് തിരിക്കണം 6 പാർട്ടാണ് എല്ലാം 6 പാർട്ടാണ് കേട്ടോ 6 പാർട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 8 പാർട്ടാക്കാൻ കുഴപ്പമില്ല പക്ഷെ ആക്കുമ്പോൾ എല്ലാം സെയിം ആക്കുക കാരണം കൂടുതൽ പോയിന്റ് വരയ്ക്കാൻ എളുപ്പമാണ് അതൊന്നും ബുദ്ധിമുട്ടല്ല പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ എളുപ്പമാവും അതുകൊണ്ടാണ് 6 എല്ലാത്തിനും 6 ഡിവിഷൻസ് ആക്കുക എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ 180 ഡിഗ്രി ഉണ്ട് ടോട്ടൽ 180 ഡിഗ്രി ആണല്ലോ ഇവിടുന്ന് ഇവിടെ ആ 180 ഡിഗ്രിനെ 6 പാർട്ടാക്കുമ്പോൾ എത്രയായിട്ട് മാറും 180 ഡിഗ്രിനെ 6 പാർട്ടാക്കുമ്പോൾ 1 30 ഡിഗ്രി സോ 30 ഡിഗ്രിയുള്ള സെക്ഷൻസ് ആക്കുക 1 30 ഡിഗ്രി 2 60 90 120 150 ഇങ്ങനെ 6 സെക്ഷൻസ് ആക്കുക ഓക്കെ ഇത് യൂണിഫോം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ല യൂണിഫോം വെലോസിറ്റിയോ യൂണിഫോം ആക്സിലറേഷനാണോ വരുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നേരെ നീട്ടി വരയ്ക്കുക അത് എങ്ങനെ വരയ്ക്കേണ്ടത് നമ്മൾ സ്കെയിൽ എടുക്കുക സ്കെയിലിന്റെ കൂടെ സെറ്റ് സ്ക്വയർ വെക്കുക സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക ഈ ഒരു ലൈനിൽ കൊണ്ട് വെക്കുക സെറ്റ് സ്ക്വയർ എന്താ ചെയ്യുക ഈ ഒരു ലൈനിലാണ് എന്ത് ചെയ്യേണ്ടത് സെറ്റ് സ്ക്വയർ വെക്കേണ്ടത് സെറ്റ് സ്ക്വയർ ഇങ്ങനെയാണ് വെക്കേണ്ടത് ഓക്കെ എന്നിട്ട് സ്കെയിൽ ഇവിടെ വെക്കുക ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ ഈ തറ്റത്ത് ഈ ഒരു രീതിയിൽ ഈ തറ്റത്ത് വെക്കുക കാരണം നമുക്ക് ഇവിടുന്ന് ലൈൻ വരയ്ക്കാനുള്ളതാണ് സോ ഈ ഒരു തറ്റത്ത് വെക്കുക ഈ ഒരു ലൈനിന് വന്നിട്ട് പാരലാക്കി വെക്കുക അതിനുശേഷം ജസ്റ്റ് പൊന്തിക്കുക അത് ഈ ഒരു സ്കെയിൽ അമർത്തി പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയർ മുകളിലോട്ട് മൂവ് ചെയ്യുക ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്ത് ചെയ്യുക പാരലൽ ലൈൻ വരയ്ക്കുക എവിടെ വരെ വരയ്ക്കണം ഇവിടെ വരെ വരച്ചാൽ മതി നെക്സ്റ്റ് ഒന്നും കൂടി പൊന്തിക്കുക ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യിക്കുക ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യിക്കുക ഒരു പാരലൽ ലൈൻ അടുത്ത പാരലൽ ലൈൻ ഇതൊക്കെ പാരലൽ ലൈൻ ആണ് കേട്ടോ ഞാൻ വരയ്ക്കുമ്പോൾ പാരലൽ അല്ല പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് പാരലൽ ആയിരിക്കും ഓക്കെ മൂന്നാമത്തത് ഈ സെൻട്രലിലൂടെ കറക്റ്റ് സെൻട്രലിലൂടെ ഇങ്ങോട്ട് വരയ്ക്കുന്നു അടുത്തത് ഈ ഒരു ലൈനിലൂടെ എന്ത് ചെയ്യുന്നു നീട്ടി പാരലൽ ലൈൻ വരയ്ക്കുന്നു ഈ ഒരു ലൈനിലൂടെ പാരലൽ ലൈൻ വരയ്ക്കുന്നു ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുക അങ്ങനെ ഈ ഒരു 1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഈ ലൈനിൽ ഫസ്റ്റ് ലൈൻ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ലൈനിൽ വന്നിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അതിന് എ എന്ന് കൊടുക്കുന്നു അടുത്ത രണ്ടാമത്തെ ലൈൻ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട് അതിന് ബി എന്ന് കൊടുക്കുന്നു മൂന്നാമത്തെ ലൈൻ ഇവിടെ കൊടുക്കുമ്പോൾ സി എന്ന് കൊടുക്കുന്നു നാലാമത്തെ ലൈൻ ടച്ച് ചെയ്യുന്നിടത്ത് ഡി എന്ന് കൊടുക്കുന്നു ഇവിടെ ഇ എന്ന് കൊടുക്കുന്നു ഇവിടെ ലാസ്റ്റ് ലൈൻ എഫ് എന്ന് കൊടുക്കുന്നു സോ ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് എന്ന് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു പോയിന്റിനെ എഫ് ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക 6f ഡാഷ് 5 ഡാഷ് എന്ത് വരും ഇ ഡാഷ് ആയിട്ട് മാറും 5 ഡാഷ് എന്തായിട്ട് മാറും ഇ ഡാഷ് കുറച്ചും കൂടി ഇവിടുന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം ഒന്നിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് എന്നിങ്ങനെ കിട്ടും ഇനി ഈ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക ഈ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ ഈ പോയിന്റുകൾ നമ്മൾ തന്ന പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഓക്കെ ഈ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻ വരയ്ക്കാം സോ ഇങ്ങനെ ഒരു കർവ് നമുക്ക് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത് ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓക്കെ ഇതിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി വെക്കണം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് എഴുതി വെക്കണം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ക്യാം വരയ്ക്കണം അല്ലെ ക്യാം വരയ്ക്കാൻ വേണ്ടി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകണം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കിക്കോളൂ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്യാം വരയ്ക്കണം ക്യാം വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു ബേസ് സർക്കിൾ തന്നിട്ടുണ്ടായിരിക്കും എത്രയാണ് അതിന്റെ ഡയാമീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടായിരിക്കും എത്രയാണ് ദ ലീസ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടെ ലൈൻ സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ ആൻഡ് ഓഫ്സെറ്റ് ഉണ്ട് സോ ഇത് ശ്രദ്ധിക്കണം അത് നമ്മുടെ ഫോളോവർ നൈഫ് എഡ്ജ് ഫോളോവർ നിൽക്കുന്നത് ഓഫ്സെറ്റ് സെൻട്രൽ ആക്സിസിൽ നിന്നും ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 mm മാറിയിട്ടാണ് ദാറ്റ് ഈസ് ഓഫ്സെറ്റ് ബൈ 10 mm ആണ് ആൻഡ് പിന്നെ പറഞ്ഞിട്ടുണ്ട് റൊട്ടേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ടേക്ക് ബേസ് ഓക്കെ
റേഡിയസ് ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് താഴെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ താഴത്തോട്ട് പോയതാണ്. സോ ഏകദേശം 25 mm എന്ത് ചെയ്യാം, നമുക്ക് ലീസ്റ്റ് റേഡിയസ് എടുക്കാം. ലീസ്റ്റ് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും, 25 mm. 25 mm ആണെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു കോമ്പസ് എടുത്തിട്ട് 25 mm ഉള്ള ഒരു സർക്കിൾ വരക്കുന്നു. എന്ത് വരയ്ക്കുന്നു? 25 mm ഉള്ള സർക്കിൾ വരക്കുന്നു. കേന്ദ്രത്തിൽ കുത്തിയിട്ട് 25 mm. ഇവിടുന്ന് എത്രയാണ് റേഡിയസ്? എത്രയാണ്? 25 mm. സോ ഈ 25 mm എടുത്തിട്ട് അതിന്റെ സെൻട്രൽ ആക്സിസ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു സർക്കിളും കൂടി വരയ്ക്കുന്നു. അതെന്തിനാണ്? ഓഫ്സെറ്റ് സർക്കിൾ ആണ്. അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓഫ്സെറ്റ് സർക്കിൾ. ഈ ഓഫ്സെറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 10 mm ആണ്. സോ 10 mm ഉള്ള ഒരു ഓഫ്സെറ്റ് സർക്കിൾ വരയ്ക്കുക. ഇതിന് ടാൻജന്റ് ആയിട്ട് ഇതിലൂടെ ഇതിന് പാരലൽ ആയിട്ട് ഈ ഒരു ലൈന് നമ്മുടെ സെൻട്രൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് ഒക്കെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. ഞാനിത് ജസ്റ്റ് കൈ കൊണ്ട് വരയ്ക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ ടാൻജന്റ് എന്ത് വരയ്ക്കുക. അപ്പൊ സോ ഇതിനർത്ഥം എന്താണ്? നൈഫ് എഡ്ജ് ഫോളോവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ്, കാരണം ഓഫ്സെറ്റ് ബൈ 10 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് അവിടെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിലേക്ക്, സെൻട്രൽ പോയിന്റിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് എത്ര ഡിഗ്രി ആയിരുന്നു? നമുക്ക് പറയാം 60 ഡിഗ്രി, 40 ഡിഗ്രി, 40 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇങ്ങനെയാണ് അതിന്റെ പോയിരുന്നത് അല്ലെ. സോ ഇവിടുന്ന് 60 ഡിഗ്രി എടുക്കുന്നു. അതിനെ 6 പാർട്ടാക്കുന്നു. സോ ഇവിടുന്ന് 60 ഡിഗ്രി എടുക്കും. സോ 6 പാർട്ട്. ഇവിടെ ഒരു പോയിന്റ് അല്ലെ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ആയിരിക്കും. ആ പോയിന്റ് മാത്രം മതി നമുക്ക് വരയ്ക്കേണ്ട. മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? 40 ഡിഗ്രി എന്താണ്? ഡൽ പീരീഡ് ആണ്. 40 mm. എത്രയാണ്? 40 ഡിഗ്രി. ഇവിടെ ആംഗിൾ എഴുതണം. ഇത് എത്രയാണ്? 60 ഡിഗ്രി. നെക്സ്റ്റ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഡൗൺവാർഡ് സ്ട്രോക്ക് ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി എന്താണ്? ഡൗൺവാർഡ് സ്ട്രോക്ക് ആണ്. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1, 2, എത്രയാണ്? ഒക്കെ 6, 3, 4, 5, 6 ഒക്കെ 6 ആണ്. ഇനി ഇവിടെ വരയ്ക്കുന്ന സമയത്ത്, അഥവാ ഓഫ്സെറ്റ് വരയ്ക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് പോയിന്റ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അതിന് നമുക്ക് പേര് കൊടുക്കാം. 1, 2, 3, 4, 5, 6. ഇവിടെ വേണ്ട. ഇവിടെ 6 ഡാഷ്, ഇവിടെ 5 ഡാഷ്, 4 ഡാഷ്, 3 ഡാഷ്, 2 ഡാഷ്, 1 ഡാഷ്, 0 ഡാഷ്. ഓക്കെ, ഇത്രയാണ്. അപ്പൊ ഈ ഓരോ ആദ്യം 1 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 1 ഡാഷിലൂടെ സർക്കിളിന് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം. ഓക്കെ, ടാൻജന്റ്. അടുത്ത 2-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. അടുത്ത 3-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 4-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 5-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 6-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 6 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 5 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. അതുപോലെ തന്നെ 3 ഡാഷിലൂടെ, 4 ഡാഷിലൂടെയും 3 ഡാഷിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? 2 ഡാഷിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ബാക്കിലോട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലേക്ക് പോവുക. 1A എന്നുള്ള ഈ ഒരു ലെങ്ത് 1A. ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കളർ ചേഞ്ച്. ഈ 1A എന്നുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്നു. 1A എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അതിനുശേഷം അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് 1 എയില് ഇവിടെ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. അടുത്തത് 2B എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 3C എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. സോ അതെന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. 4D എന്നുള്ളത് എടുക്കുന്നു. 5D എന്നുള്ളത് എടുക്കുന്നു. ലാസ്റ്റ് 6F എന്നുള്ളത് എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ പേര് കൊടുക്കുക. ABCDEF. അതുപോലെ തന്നെ ഇവിടുന്ന് F ഡാഷ്, E dash, D dash, C dash, B dash,
എ ഡാഷ് 0. സോ ഈ ഒരു എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈനുകളെ കൂട്ടി ഇങ്ങനെ ഈ ഒരു പോയിന്റ് കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സോറി വരച്ച് കറക്റ്റായിട്ടില്ല, ഈ ലൈന് കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പോയിന്റ് കൂടി എന്ത് ചെയ്യുന്നു, നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് നമുക്ക് ക്യാമ വരച്ചേ കറക്റ്റായിട്ടില്ല, പക്ഷെ ക്യാമ ഇങ്ങനെ നല്ല രീതിയിലുണ്ടാവും. ഓക്കെ, ക്യാമ നല്ല രീതിയിലുണ്ടാവും. ഇത് സർക്കിൾ ആണെന്നെങ്കിൽ ക്യാമ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരച്ച് കിട്ടും. സോ ഇതുപോലെ ക്യാമ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി എന്തിനാ ഇതിന് പേര് കൊടുക്കണം. ഇതെന്താ സാധനം, നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്, ഈ ഒരു സർക്കിൾ ഏതാണ്, ഈ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേര് എന്താണ്, ഈ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേര് ബേസ് സർക്കിൾ. ഇറ്റ്സ് കോൾഡ് ബേസ് സർക്കിൾ. പേര് നൽകണം, പേര് നൽകിയെങ്കിൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിന്റെ ഡയാമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ എടുത്തത്, എത്രയാണ് 25 mm, അതൊക്കെ മാർക്ക് ചെയ്യണം. ഇത് 10 mm ആണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്കിംഗ് കുറെ ചെയ്യാനുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്, ഇതിനെ വിളിക്കുന്ന പേര് ഓഫ്സെറ്റ് സർക്കിൾ. ഇറ്റ്സ് കോൾഡ് ഓഫ്സെറ്റ് സർക്കിൾ. ഇങ്ങനെ ഇതിന് കുറെ ഈ പേരുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്തായി കംപ്ലീറ്റ് മാർക്ക് 7 മാർക്ക് ലഭിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the last question is വാട്ട് ഗവർണർ. വാട്ട് ഈസ് മീൻ ബൈ വാട്ട് ഗവർണർ? നമുക്കറിയാം വാട്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവേണിങ് ചെയ്യുന്നതാണ്, അതിന്റെ വേഗത റെഗുലേറ്റ് ചെയ്യുന്നതാണ്, റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഈ ഒരു ഗിയർ വരുന്നത് എഞ്ചിൻ ഷാഫ്റ്റിൽ നിന്നാണ്. എഞ്ചിൻ ഷാഫ്റ്റ് എന്ന ഷാഫ്റ്റാണ്. ഈ എഞ്ചിൻ ഷാഫ്റ്റ് ബെവൽ ഗിയർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പിൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്പിൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്ലൈ ബോൾസ് ഉണ്ട്. ഈ ഫ്ലൈ ബോൾസ് എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പോകും. വളരെ സ്പീഡ് കൂടുതലാവുന്ന സമയത്ത് ഈ ഫ്ലൈ ബോൾസ് മുകളിലോട്ട് പോകുമ്പോൾ ഇതുമായിട്ട് സ്ലീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീവ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് മുകളിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വാൾവ് ക്ലോസ് ചെയ്യും. ഇത് ബെൽ ക്രാങ്ക് ലിവർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ഈ ഒരു വാൾവ് ക്ലോസ് ചെയ്യും. ത്രോട്ടിൽ വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ ഫ്യൂവലിന്റെ സപ്ലൈ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇത് സ്പീഡ് കുറയുന്ന സമയത്ത് അഥവാ ലോഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന്റെ സ്പീഡ് കുറയല്ലോ. സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇത് താഴത്തോട്ട് വരുന്ന സമയത്ത് അതിനനുസരിച്ച് വാൾവ് എന്ത് ചെയ്യും, കൂടുതൽ ഓപ്പൺ ആവും, കൂടുതൽ ഫ്യൂവൽ സപ്ലൈ അങ്ങോട്ട് പോകും. അങ്ങനെ വീണ്ടും സ്പീഡ് കൂടാൻ കാരണമാവും. അത് അങ്ങനെ ഒരു കോമ്പൻസേറ്റിംഗ് നാച്ചുറൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പർ മൂവ്മെന്റിലും ലോവർ മൂവ്മെന്റിനെയും റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലീവിന്റെ അപ്പർ മൂവ്മെന്റ് ലോവർ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പർ ആണ്. മുകളിലും താഴെ എന്നുണ്ട് ഓരോ സ്റ്റോപ്പർ വീതം കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അപ്പൊ അത് എങ്ങനെയാണ് ഡെഫിനിറ്റ്, ഫിഗർ വരയ്ക്കുക എന്നിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ദ വാട്ട് ഗവർണർ കംപ്രൈസസ് എ പെയർ ഓഫ് ബോൾ അഫിക്സ്ഡ് ടു ലൈറ്റ് വെയിറ്റ് ആം. ഒരു ലൈറ്റ് വെയിറ്റ് ആമിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വിത്ത് അപ്പർ സെക്ഷൻ ഓഫ് ദിസ് ആം പൈവോട്ട്ലി കണക്റ്റഡ് ഫോർ വെർട്ടിക്കൽ മൂവ്മെന്റ്. അതിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പൈവോട്ട്ലി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ദിസ് ആംസ് ആർ സെക്യൂർ ടു ആക്സിലും സെക്യൂർ ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ എഞ്ചിൻ ഡ്രൈവിംഗ് ആക്സിൽ വിയ ബെവൽ ഗിയർ മെക്കാനിസം ആയിട്ടാണ് എഞ്ചിൻ ഷാഫ്റ്റ് ഇതിന്റെ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. The engine speed raise, engine speed കൂടുന്ന സമയത്ത് the spindle undergoes high speed എന്ത് ചെയ്യുന്നു, സ്പിൻഡിൽ കറങ്ങാൻ തുടങ്ങുന്നു. അതുവഴി എന്ത് ചെയ്യും, the arms and the ball connected to the spindle also rotate high speed. ബോൾസ് എന്ത് ചെയ്യും, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ, സ്പീഡിൽ കറങ്ങുന്ന സമയത്ത്. വിത്ത് ഇൻക്രീസ് ഇൻ ദ എഞ്ചിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ the upward motion of the balls prompt, മുകളിലോട്ടുള്ള ബോൾസ് എന്ത് ചെയ്യും, മുകളിലോട്ട് മൂവ് ചെയ്യും. the sleeve move corresponding, അതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്ലീവ് മുകളിലോട്ട് പോകുന്നുണ്ട്. while decrease the engine സ്പീഡ് കുറയുന്ന സമയത്ത് സ്ലീവും ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, താഴത്തോട്ട് വരാൻ തുടങ്ങും. ടു ലിമിറ്റ് ആ മോഷനെ മുകളിലോട്ടും താഴത്തോട്ടും മോഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പേഴ്സ് ആർ പൊസിഷൻഡ് ഇൻ ബോത്ത് ആൻഡ് അബോവ് ബിലോ ദി സ്ലീവ്. മുകളിലും താഴെയായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന് സ്റ്റോപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നാലാമത്തെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.